എല്ലാവർക്കും ബ്രില്യൻസ് PSCയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഷാനി. ഇനി വരാൻ പോകുന്ന VFA, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, ബെവ്കോ, കമ്പനി ബോർഡ് LGS തുടങ്ങിയൊക്കെയുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഇന്ന് വന്നിട്ടുണ്ട്, എല്ലാവരുടെയും പ്രൊഫൈലിൽ എത്തിയിട്ടുണ്ടാവും. അപ്പം അതായത് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് ആദ്യം പ്രിലിംസ് ആയിരിക്കും, പിന്നെ ആയിരിക്കും മെയിൻസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിലിംസിനും കൂടെ ഉതകുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്നപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇനി ഈ ക്ലാസ്സിൻ്റെ നോട്ട്സ് ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണം. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മളിതിൽ ചെയ്തുകൊണ്ടിരുന്നത് കേരള ജോഗ്രഫി ആയിരുന്നു അല്ലേ. കേരള ജോഗ്രഫിയിലെ പാർട്ട് 1 ചെയ്തിട്ടുണ്ട്. കേരള ജോഗ്രഫി ഭാഗത്ത് രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ നമ്മൾ പറഞ്ഞു കേരളത്തെ ഭൂമിശാസ്ത്രപരമായിട്ട് 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. മലനാട്, ഇടനാട്, തീരപ്രദേശം. അതിൽ നമ്മൾ മലനാട് ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ഈ മലനാട് ഭാഗത്തിൽ തന്നെ വരുന്ന ഒരു ഭാഗമാണ് ചുരങ്ങൾ അല്ലേ. മലനാട് പ്രദേശം എന്ന് പറഞ്ഞാൽ അതെന്താണ്, കേരളത്തിൻ്റെ പശ്ചിമഘട്ട ഭാഗമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കേണ്ടേ. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എന്താണ് ചുരങ്ങൾ അല്ലേ. പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം 16 ചുരങ്ങളാണ് പശ്ചിമഘട്ടത്തിലുള്ളത് അല്ലേ. നമ്മൾ പറഞ്ഞു പശ്ചിമഘട്ടം എന്ന് പറയുന്നത് അങ്ങ് ഗുജറാത്ത് മുതൽ ഇങ്ങ് താഴെ തമിഴ്നാട് വരെ വ്യാപിച്ച് കിടക്കുന്ന ഒന്നാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. അപ്പോൾ അതിൽ ചുരങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 16ആണ്. അതായത് പോകാനുള്ള പാസേജ് അല്ലേ. ആ പർവ്വതനിരകൾക്കിടയിലുണ്ടായ പ്രകൃതിദത്തമായ വഴികളാണ് നമ്മൾ എന്ത് പറയുന്നത്, ചുരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമാണ് ഏത്, പാലക്കാട് ചുരമാണ് അല്ലേ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. കേരളത്തിനെയും തമിഴ്നാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം. കേരളത്തിനെയും തമിഴ്നാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം എന്ന് പറയുന്നതും ഏത് തന്നെയാണ്, ഈ പാലക്കാട് ചുരമാണ് അല്ലേ. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാന്ന് ചോദിച്ചാൽ അത് പാലക്കാട്, ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാന്ന് ചോദിച്ചാലും അതും പാലക്കാട് ചുരമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം എന്ന് ചോദിച്ചാലും അതും പാലക്കാട് ചുരമാണ്. ഈ പാലക്കാട് ചുരം സ്ഥിതി ചെയ്യുന്നത് നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിലാണ്. പാലക്കാട് ചുരം സ്ഥിതി ചെയ്യുന്നത് നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിലാണ്. എന്ത് സ്ഥിതി ചെയ്യുന്നത്, പാലക്കാട് ചുരം സ്ഥിതി ചെയ്യുന്നത്. ചോദിച്ചിട്ടുണ്ട് PSC. പാലക്കാട് ചുരത്തിന്റെ വീതി എന്ന് പറയുന്നത് 30 to 40 കിലോമീറ്റർ ആണ്. പാലക്കാട് ചുരത്തിന്റെ വീതി 30 to 40 കിലോമീറ്റർ ആണ്. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ അല്ലെ. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പുഴയാണ് ഏത്, ഭാരതപ്പുഴ എന്ന് പറയുന്നത്. അപ്പൊ നദികൾ എന്നൊരു ടോപ്പിക്ക് നമുക്ക് സെപ്പറേറ്റ് തന്നെ ചെയ്യാം. കേരളത്തിലെ നദികൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് മാത്രമായിട്ട് ചെയ്യുന്നുണ്ട് അടുത്തൊരു ക്ലാസ്സിൽ കേട്ടോ. കേരളത്തിൽ നിന്നും തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാറ്റിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്നുമുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്നത് ഈ പാലക്കാട് ചുരമാണ്. കേരളത്തിൽ നിന്നുള്ള തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്നുമുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്നത് പാലക്കാട് ചുരം വഴിയാണ്. ഈ പാലക്കാട് ചുരത്തിലൂടെ പോകുന്ന ദേശീയപാത NH 544. ഓർത്തിരിക്കണേ, പാലക്കാട് ചുരത്തിലൂടെ പോകുന്ന ദേശീയപാത ഏതാന്ന് ചോദിച്ചാൽ അത് NH 544 പാലക്കാട് ചുരത്തിലൂടെ പോകുന്ന ദേശീയപാത NH 544. അപ്പോൾ ഓർത്ത് വയ്ക്കണം, കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. എവിടെ സ്ഥിതി ചെയ്യുന്നത്, നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 30 to 40 കിലോമീറ്റർ ആണ് അതിൻ്റെ വീതി. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന പുഴ ഏതാന്ന് ചോദിച്ചാൽ അത് ഭാരതപ്പുഴയാണ്.
NH മറക്കരുത്, 544. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന NH 544. നെക്സ്റ്റ് താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരമാണ് നെക്സ്റ്റ് അല്ലേ. താമരശ്ശേരി ചുരം മറ്റൊരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്, വയനാട് ചുരം അല്ലെ. എപ്പോഴും വയനാട് ചുരം എന്നാണ് താമരശ്ശേരി ചുരം അറിയപ്പെടുന്നത്. കോഴിക്കോടിനെയും വയനാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏത്? താമരശ്ശേരി ചുരം. കോഴിക്കോടിനെയും വയനാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. ഈ താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ അതിന് ആൻസർ കോഴിക്കോട് എന്നാണ് അർത്ഥം. കോഴിക്കോട് ജില്ലയിലാണ് താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്നത്. ഈ താമരശ്ശേരി ചുരം കണ്ടെത്താൻ ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസിയാണ് കരിന്തണ്ടൻ. കരിന്തണ്ടൻ എന്ന് പറയുന്ന ആദിവാസിയാണ് നമ്മുടെ താമരശ്ശേരി ചുരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരെ സഹായിച്ചത് അല്ലെ. ഈ കരിന്തണ്ടനെ ബ്രിട്ടീഷുകാർ വെട്ടിക്കൊന്നു, വഴിയൊക്കെ കാണിച്ചു കൊടുത്തതിന് ശേഷം വെട്ടിക്കൊന്നു എന്ന് പറയുന്ന ഒരു കഥയും നമുക്കുണ്ട്. അതുപോലെ വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന NH ആണ് ഏത്? NH 766. വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന NH 766. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന NH നമ്മൾ പഠിച്ചു, ഏതാണ്? NH 544 അല്ലെ. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന NH എന്ന് പറയുന്നത് ഏതാണ്? NH 544. അതുപോലെ താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന NH 766. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചേക്കണം കേട്ടോ. നെക്സ്റ്റ് പെരിയ ചുരം. പെരിയ ചുരം മാനന്തവാടിയെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏത്? പെരിയ ചുരം. മാനന്തവാടി ടു മൈസൂർ, മാനന്തവാടിയെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പെരിയ ചുരം അല്ലെ. വയനാട് ജില്ലയിലെ മാനന്തവാടി, കർണാടകയിലെ മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പെരിയ ചുരം. നെക്സ്റ്റ് ബോഡി നായ്ക്കന്നൂർ ചുരം. ബോഡി നായ്ക്കന്നൂർ ചുരം ഏതൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇടുക്കിയെയും മധുരയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോഡി നായ്ക്കന്നൂർ ചുരം. ഇടുക്കിയെയും മധുരയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ബോഡി നായ്ക്കന്നൂർ ചുരം. അതിലൂടെ കടന്നു പോകുന്ന NH ആണ് NH 85. പാലക്കാട് ചുരത്തിലൂടെ ആണെങ്കിൽ NH എത്രയായിരുന്നു? 544 അല്ലെ. അങ്ങനെയാണെങ്കിൽ താമരശ്ശേരി ചുരത്തിലൂടെ ആണെങ്കിൽ NH 766. അങ്ങനെയാണെങ്കിൽ ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന NH ആണ് NH 585. ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന NH ഏതാണെന്ന് ചോദിച്ചാൽ NH 85 ആണ് കേട്ടോ. NH 85 ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്നത്. നെക്സ്റ്റ് ആണ് ആര്യങ്കാവ് ചുരം. പുനലൂരിനെയും ചെങ്കോട്ടയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം. ആര്യങ്കാവ് ചുരം പുനലൂർ ടു ചെങ്കോട്ട. നെക്സ്റ്റ് പേരമ്പാടി ചുരം. ആ പേരിൽ തന്നെ ഉണ്ട് അത് അല്ലേ, പേരമ്പാടി. അമ്പാടിക്കണ്ണൻ എന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ കണ്ണൂരിനെയും കൂർഗിനെയും അല്ലേ, കണ്ണൂരിനെയും കൂർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പേരമ്പാടി ചുരം അല്ലേ. അമ്പാടിക്കണ്ണൻ അങ്ങനെ ഓർത്ത് വെച്ചോളൂ കേട്ടോ. നെക്സ്റ്റ് പാൽച്ചുരം. വയനാട് ടു കണ്ണൂർ, വയനാടിനെയും കണ്ണൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാൽച്ചുരം. ആലുവാമൊഴി ചുരം. തിരുവനന്തപുരം ടു തിരുനെൽവേലി. ആലുവാമൊഴി ചുരം തിരുവനന്തപുരം ടു തിരുനെൽവേലി. നെക്സ്റ്റ് മറ്റൊരു ചുരമാണ് ഏത്? നാടുകാണി ചുരം. നിലമ്പൂർ ടു ഗൂഡല്ലൂർ. എവിടെയാണ്? നിലമ്പൂർ ടു ഗൂഡല്ലൂരാണ് നാടുകാണി ചുരം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് നമ്മൾ പഠിച്ചു പശ്ചിമഘട്ടത്തിൽ 16 ചുരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇത്രയും ചുരങ്ങൾ പഠിച്ചിരിക്കണം. ഇനി കമ്പനി ബോർഡ് അസിസ്റ്റന്റിനെയും VFA, ബെവ്കോ, അതുപോലെ കമ്പനി ബോർഡ് LGS ഇവയുടെയൊക്കെ ക്ലാസ് ബ്രില്യൻസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓഫ്ലൈൻ ആയിട്ട് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക, പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ എല്ലാവർക്കും. ഓക്കെ, നെക്സ്റ്റ്
ഇടനാട്. അപ്പം നമ്മൾ മലനാട് പഠിച്ചു കഴിഞ്ഞു അല്ലേ, മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു, മലനാട്, ഇടനാട്, തീരപ്രദേശം. അതിൽ മലനാട് ഭാഗം നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ആക്കി, അതിൽ നിന്നും വരാവുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ തീർത്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഇടനാട്. കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ 42% ഇടനാടാണ്. കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ 42% ഇടനാടാണ്. മലനാട് ചോദിച്ച 48%, ഇടനാട് 42%. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലുള്ള പ്രദേശത്തെയാണ് എന്ത് പറയുന്നത്? ഇടനാട് എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 7.5 മുതൽ 75 മീറ്റർ. 75 മീറ്ററിൽ കൂടുതലാണെങ്കിൽ നേരത്തെ നമ്മൾ പഠിച്ചു അത് മലനാടാണ്. ഇത് 75 മീറ്ററിന് താഴെയും എന്നാൽ 7.5 ഇടയിൽ വരുന്നതാണെങ്കിൽ അതാണ് എന്ത്? ഇടനാട്. ഉയരമുള്ള പ്രദേശങ്ങളാണ് അല്ലെ ഇടനാട്ടിലുള്ളത്. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. എനിക്ക് PSI സ്റ്റേറ്റ്മെന്റ് ചോദിച്ചപ്പോൾ ഈ ഒരു ഇത് ചോദിച്ചായിരുന്നു കേട്ടോ. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലാണ് ഇടനാട് സ്ഥിതി ചെയ്യുന്നത്. ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും എല്ലാം പ്രത്യേകതയായി വരുന്ന ഭൂപ്രകൃതി. ചെറിയ കുന്നുകൾ ഉണ്ടായിരിക്കും, ചെറിയ താഴ്വരകൾ ഉണ്ടായിരിക്കും, ചെറിയ നദീതടങ്ങൾ ഉണ്ടായിരിക്കും. ഇവയെല്ലാം പ്രത്യേകമായി വരുന്ന ഭൂപ്രകൃതിയാണ് എന്ത് പറയുന്നത്? ഇടനാട് എന്ന് പറയുന്നത്. ഇടനാടിൽ പ്രധാനമായി കണ്ടുവരുന്ന മണ്ണിനമാണ് ഏത്? ലാറ്ററൈറ്റ് മണ്ണ്. ഇടനാട്ടിൽ പ്രധാനമായി കണ്ടുവരുന്ന മണ്ണിനം എന്ന് പറയുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ലാറ്ററൈറ്റ് മണ്ണ്. ഇടനാട്ടിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ചോദിച്ചാൽ ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം ഏതാണെന്ന് ചോദിച്ചാൽ അതും ലാറ്ററൈറ്റ് മണ്ണ്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേരളത്തിലെ ആദ്യ ജിയോളജിക്കൽ പൈതൃക സ്മാരകമായി പ്രഖ്യാപിച്ചത് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് ആണ്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേരളത്തിലെ ആദ്യ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിച്ചത് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ്. കേരളത്തിലെ രണ്ടാമത്തെ ജിയോളജിക്കൽ സ്മാരകമാണ് വർക്കല ക്ലിഫ്. കേരളത്തിലെ രണ്ടാമത്തെ ജിയോളജിക്കൽ സ്മാരകമാണ് വർക്കല ക്ലിഫ്. നമ്മൾ ഇടനാട്ടിലെ പ്രധാന കൃഷി ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നെല്ല്, മരച്ചീനി, കുരുമുളക് അങ്ങനെ തുടങ്ങിയതാണ് ഇടനാട്ടിലെ പ്രധാന കൃഷി അല്ലേ. നമ്മൾ പഠിച്ചു 42% ഇടനാടാണ്. 7.5നും 75 മീറ്ററിന് ഇടയിലുള്ള പ്രദേശമാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇവിടുത്തെ പ്രധാന കൃഷി എന്ന് പറയുന്നത് നെല്ല്, മരച്ചീനി, കുരുമുളക് എന്നിവയാണ്. നെക്സ്റ്റ് തീരപ്രദേശം. കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 10% എന്താണെന്ന് ചോദിച്ചാൽ അത് തീരപ്രദേശമാണ്. കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 10% തീരപ്രദേശമാണ്. ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗങ്ങളെയാണ് എന്ത് പറയുന്നത്? തീരപ്രദേശം എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗത്തെ എന്ത് പറയുന്നു? തീരപ്രദേശം. കേരളത്തിന്റെ മൊത്തം വിസ്തൃതിയുടെ 10% മാത്രമാണ് തീരപ്രദേശം. കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം 580 കിലോമീറ്റർ അല്ലെ. കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം എന്ന് പറയുന്നത് 580 കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം നമ്മൾ പഠിച്ചിരുന്നു. എത്രയായിരുന്നു കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത്? 560 കിലോമീറ്റർ ആയിരുന്നു അല്ലെ. കേരളത്തിന്റെ കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം എന്ന് പറയുന്നത് 580 കിലോമീറ്റർ ആട്ടോ. കേരളത്തിൽ കടൽ തീരം ഉള്ള ജില്ലകളുടെ എണ്ണം എത്രയാന്ന് ചോദിച്ചാൽ അത് 9 ജില്ലകളിൽ എന്തുണ്ട്? കടൽ തീരം ഉള്ള ജില്ലകളാണ് 9. കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ എത്ര ഉണ്ട്? 5 ജില്ലകളിൽ എന്തില്ല? കടൽ തീരമില്ല. 5 ജില്ലകളിൽ കടൽ തീരമില്ല. കടൽ തീരം 9 ജില്ലകളിലുണ്ട്. കടൽ തീരമില്ലാത്ത ജില്ലയാണ് ഏത്? കടൽ തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണമാണ് എത്രണ്ണം? 5. ഇനി അത് ഏതൊക്കെയാന്ന് പറയാം. കടൽ തീരമില്ലാത്ത ജില്ലകളാണ് പത്തനംതിട്ട, കോട്ടയം, പാലക്കാട്, വയനാട്, ഇടുക്കി. പത്തനംതിട്ട, കോട്ടയം, പാലക്കാട്, വയനാട്, ഇടുക്കി എന്നിവിടങ്ങളിലാണ് എന്തില്ലാത്തത്? തീരപ്രദേശമില്ലാത്തത്.
ഇനി നമുക്കൊരു കാര്യം ചെയ്ത് നിങ്ങൾക്ക് കടൽത്തീരം ഇല്ലാത്ത ജില്ലകൾ എന്ന് ഓർത്തിരിക്കണമെന്ന് ഞാനൊരു കോഡ് പറഞ്ഞുതരാം. എന്താണ്? 10 കൊട്ട പാല വയലിൽ ഇട്ടു. 10 കൊട്ട പാല വയലിൽ ഇട്ടു. 10 കൊട്ട പാല വയലിൽ ഇട്ടു എന്ന് പറഞ്ഞാൽ തീരദേശ ദൈർഘ്യം ഇല്ലാത്ത ജില്ലകളായി. 10 പത്തനംതിട്ട, കോട്ടയം, പാലക്കാട്, വയനാട്, ഇടുക്കി. പത്തനംതിട്ട, കോട്ടയം, പാലക്കാട്, വയനാട്, ഇടുക്കി. ഇത്തരം സ്ഥലങ്ങളിൽ എന്തില്ല? തീരദേശം ഇല്ല. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ലയാണ് കൊല്ലം ജില്ല. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല, കേരളത്തിലെ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊല്ലം ജില്ലയാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സോറി ഞാൻ പറഞ്ഞത് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല എന്ന് പറയുന്നത് കണ്ണൂരാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല എന്ന് പറയുന്നത് കണ്ണൂരിലാണ് ഏറ്റവും കൂടുതൽ കടൽ തീരം ഉള്ളത്. ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ലയാണ് ഏത്? കൊല്ലം ജില്ല. ഏറ്റവും കുറവ് കടൽ തീരം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കൊല്ലം ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ഏതാന്ന് ചോദിച്ചാൽ അത് ചേർത്തല താലൂക്കാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചേർത്തല താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ കടൽ തീരം ഉള്ള താലൂക്ക്. ജില്ല ചോദിച്ചാൽ കണ്ണൂരാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂര്. ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല കൊല്ലം ജില്ല. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചോദിച്ചാൽ അത് ചേർത്തല താലൂക്കാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് എന്താണെന്ന് ചോദിച്ചാൽ അത് മുഴുപ്പിലങ്ങാട് ബീച്ച്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബീച്ചാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചാണ് മുഴുപ്പിലങ്ങാട് ബീച്ച്. ഏതാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച്? മുഴുപ്പിലങ്ങാട് ബീച്ച്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചേർത്തല. ഏറ്റവും കുറവ് കടൽ തീരമുള്ളത് കൊല്ലത്താണെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് എവിടെയായിരുന്നു? കണ്ണൂരാണ് കേട്ടോ. കണ്ണൂരാണ് ഏറ്റവും കൂടുതലുള്ളത്. കണ്ണൂര്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ച്. കേരളത്തിലെ ഡ്രൈവിംഗ് ബീച്ച് ഏതാണെന്ന് ചോദിച്ചാൽ അതും മുഴുപ്പിലങ്ങാട്. ഒക്കെ PSC ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. കേരളത്തിലെ ഡ്രൈവിംഗ് ബീച്ച് മുഴുപ്പിലങ്ങാട്. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് തൃശ്ശൂരാണ്. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ തൃശ്ശൂരാണ്. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് എന്ന് പറയുന്നത് ആലപ്പുഴയിലാണ്. കേരളത്തിൽ ആദ്യത്തെ പൈതൃക ബീച്ച് അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ച് ആയിരുന്നു. കേരളത്തിൽ ആദ്യത്തെ പൈതൃക ബീച്ച് എന്ന് പറയുന്നത് അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ച് ആയിരുന്നു. കേരളത്തിന്റെ തീരപ്രദേശത്തെ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതുവാണ് തോറിയം. കേരളത്തിന്റെ തീരപ്രദേശത്തെ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതു ഏതാന്ന് ചോദിച്ചാൽ അത് തോറിയമാണ്. ഇനി തീരപ്രദേശത്തെ പ്രധാന കൃഷികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നെല്ല്, തെങ്ങ്. തീരപ്രദേശത്തെ പ്രധാന കൃഷികൾ എന്തൊക്കെയായിരുന്നു? നെല്ലും തെങ്ങുമായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ചെറിയൊരു ക്ലാസ്, ഒരു പാർട്ടാണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയും കൂടെ എടുക്കാനുള്ളതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നദികൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടല്ലോ. ഓക്കെ.